കമ്മ്യൂണിസ്റ്റുകാരൊന്നും അല്ല ആദ്യമായി തൊഴിലാളികളെ സംഘടിപ്പിച്ചത്. അപ്പോൾ ഒരു വലിയ പൊളിച്ചെഴുത്തിനാണ് രാഹുൽ ഗാന്ധി. പക്ഷെ കേൾക്കേണ്ടവരെ അദ്ദേഹം കേൾക്കുന്നു. അല്ല, പച്ചക്കാ ചോദ്യം ഞാൻ അങ്ങയുടെ മുന്നിൽ ഉന്നയിക്കപ്പെട്ടു. അങ്ങനെ ഒരു നരേറ്റീവ് സൃഷ്ടിക്കപ്പെടുന്നതാണ്. പാർട്ടിയിൽ ഇല്ലാത്ത ഒരാൾ എന്നുള്ള രീതിയിൽ എനിക്കിപ്പോൾ എന്തും പറയാൻ അധികാരമുണ്ട്. കോൺഗ്രസ് രാഷ്ട്രീയത്തിൽ നിന്ന് ഈ ചർച്ചയിൽ പങ്കെടുക്കാൻ ഇതാദ്യമായി എത്തിച്ചേർന്നിട്ടുള്ളത് ദൃശ്യ മാധ്യമങ്ങളിലൊക്കെ കോൺഗ്രസിന്റെ സജീവ സാന്നിധ്യവും നാവുമായി വർത്തിച്ചുകൊണ്ടിരിക്കുന്ന ശ്രീ അനിൽ ബോസാണ്. അനിൽ ബോസ് ആലപ്പുഴ ജില്ലക്കാരനാണ്. ഈ സംവാദത്തിനിടയിൽ അദ്ദേഹത്തിൻ്റെ വ്യക്തിപരമായ ചില കാര്യങ്ങൾ കൂടി പ്രിയപ്പെട്ട പ്രേക്ഷകരിലേക്ക് എത്തിക്കണം എന്ന ആഗ്രഹമുണ്ട്. കാരണം പൊതുവെ ഇത്തരം ചർച്ചകളിൽ നമ്മൾ രാഷ്ട്രീയ വിഷയം സംസാരിക്കുന്നവർ തിരിച്ചു പോകുന്നു. പക്ഷേ അവരാരാണ് എന്ന് നമ്മൾ പലപ്പോഴും ഇംഗ്ലീഷിലൊരു വാക്ക് ഉപയോഗിക്കാറുണ്ട്, വെയറബൌട്ട്സ്. അത് പലപ്പോഴും അന്യം നിന്ന് പോകുന്ന ഒരു സാഹചര്യമുണ്ട്. അതുകൊണ്ട് മീഡിയ ഗ്രാമത്തിൻ്റെ ഈ ചർച്ചാവേദി പുതിയ ഒരു ശൈലിക്ക് തുടക്കം കുറിക്കുകയാണ്. അനിൽ ബോസിനെ സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. നമസ്കാരം. എനിക്കറിയാം ആരാണ് അനിൽ ബോസ് എന്ന്. ഒരു പരിധിവരെ ദൃശ്യമാധ്യമങ്ങൾ, പ്രത്യേകിച്ചിട്ട് നമ്മുടെ വാർത്താ മാധ്യമങ്ങൾ കാണുന്ന ആളുകൾക്കും അങ്ങയുടെ നിലപാടുകളും സ്വരഭേദങ്ങളും ഒക്കെ വളരെ കൃത്യമായിട്ട് അറിയാൻ സാധിക്കും. ആലപ്പുഴയിൽ എവിടെയാണ്, എങ്ങനെയാണ് കോൺഗ്രസിലേക്ക് എത്തിയത്, എന്തായിരുന്നു രാഷ്ട്രീയ സാമൂഹ്യ പശ്ചാത്തലം? ഒന്ന്, കുട്ടനാട്ടിൽ കാവാലം വില്ലേജ്, നീലമ്പേരൂർ പഞ്ചായത്ത്, ചെറുകര എന്ന് പറയുന്ന ഒരു ഗ്രാമം. പൊതുവെ തൊഴിലാളി സംഘടനകളുടെ ആണെങ്കിലും സാമൂഹിക പരിഷ്കരണത്തിൻ്റെ ആണെങ്കിലും ഒക്കെയുള്ള മൂവ്മെൻറ്റുകൾ അരങ്ങേറിയിട്ടുള്ള ഒരിടമാണ്. ഞാൻ ജനിച്ചത് ഒരു കോൺഗ്രസ് തറവാട്ടിലാണ്. മുത്തച്ഛൻ INA മെമ്പറായിരുന്നു. സുഭാഷ് ചന്ദ്രബോസിൻ്റെ അതിശക്തനായ ഫോളോവറായിരുന്നു. ഈ പേരിലേക്ക് പിന്നീട് വരാം എന്നാണ് ഞാൻ ചിന്തിച്ചത്. ഈ അനിൽ ബോസ് എന്ന് പറയുന്ന പേര് വന്നത് എങ്ങനെയാണ്? അതിനോട് അനുബന്ധിച്ച് പറഞ്ഞാൽ മതി. അതായത് അദ്ദേഹം INA മെമ്പർ ആയതുകൊണ്ട് വളരെ സ്ട്രോങ് ഫോളോവറുമാണ് സുഭാഷ് ചന്ദ്രബോസിൻ്റെ. എൻ്റെയൊക്കെ ജന്മത്തിന് മുമ്പാണല്ലോ എൻ്റെ പിതാവ് ജനിക്കുന്നത്. എൻ്റെ പിതാവ് മുത്തച്ഛൻ്റെ മൂത്ത മകനാണ്, മക്കളിൽ മൂത്തയാളാണ്. അദ്ദേഹത്തിൻ്റെ പേര് ബോസ് ചെറുകര എന്നാണ് എല്ലാവരും അറിയപ്പെടുന്നതെങ്കിൽ ശരത് ചന്ദ്ര ബോസ് എന്നാണ് പേര്. സുഭാഷ് ചന്ദ്രബോസിൻ്റെ സഹോദരൻ്റെ പേരാണ്. അത് ശരി. എൻ്റെ വീട്ടുപേര് നേതാജി നിവാസ് എന്നാണ്. അത് ശരി. ഞാനിട്ടതല്ല, അതെ, മുത്തച്ഛൻ ഇട്ടതാണ്. പിന്നെ എൻ്റെ സഹോദരിയുടെ പേര് അനിത ബോസ് എന്നാണ്. സുഭാഷ് ചന്ദ്രബോസിൻ്റെ മകളുടെ പേരാണ്. അപ്പം ഞങ്ങൾ മുത്തച്ഛൻ്റെ മൂത്ത മക്കളായിട്ടുള്ള ഞങ്ങളുടെ എല്ലാം പേരിനൊപ്പം ബോസ് ചേർത്തു. അത്ര ഒരു വലിയ ആരാധനയാണ് അദ്ദേഹത്തിന്. ഞാൻ സത്യത്തിൽ വിചാരിച്ചത് ഒരു 10-20 ബസ്സും കുറെ ഹോട്ടലുകളൊക്കെ ഉള്ള ഒരു ഗംഭീരപ്പെട്ട ബോസാണെന്ന്. പക്ഷെ നോക്കൂ, ഈ കേരളത്തിൽ ഇതൊരു അത്ഭുതകരമായിട്ടുള്ള അറിവാണല്ലോ. ഒരു ദേശീയ നേതാവിനോട് തോന്നുന്ന, എന്താണ് പറയുന്നത്, എന്തെന്നില്ലാത്ത ഒരു വശ്യത, ഒരു സ്നേഹം, അതിൽ നിന്ന് പിറവിയെടുക്കുന്നത് മുഴുവൻ കുടുംബത്തിൻ്റെ നാൾവഴികളിലേക്ക് പ്രസരിപ്പിച്ച് വിടുക എന്ന് പറയുന്ന ഒരു വലിയ ചൈതന്യവത്തായ ചിന്തയാണ് മുത്തശ്ശൻ പ്രകടിപ്പിച്ചതല്ലേ? തീർച്ചയായിട്ടും. അപ്പോൾ നേതാജി എന്ന് വീട്ടിന് പേരിടുന്നു, സഹോദരിക്ക് അദ്ദേഹത്തിൻ്റെ മകളുടെ പേരിടുന്നു, സ്വന്തം മകൻ അദ്ദേഹത്തിൻ്റെ സഹോദരൻ്റെ പേരിടുന്നു, പിന്നീട് പിറവിയെടുക്കുന്ന ജന്മങ്ങൾക്കെല്ലാം അതിനോടൊപ്പം ബോസ് ചേർക്കുന്നു. അഭിമാനമാണ് സത്യത്തിൽ കോൺഗ്രസിൽ. തീർച്ചയായിട്ടും. നമുക്ക് പദവികളും പണവും വരും പോവും. അതെ, പാരമ്പര്യം എന്ന് പറയുന്ന ഒരു വലിയ ഘടകമാണ്. അപ്പൊ മുത്തശ്ശൻ ഈ INA അല്ലാതെ മറ്റേതെങ്കിലും പ്രവർത്തനങ്ങളിൽ സജീവമായിരുന്നു? അദ്ദേഹം അതുപോലെ തന്നെ ശ്രീനാരായണ പ്രസ്ഥാനങ്ങളുമായിട്ട് വലിയ ബന്ധമുണ്ട്. ഗുരുദേവന് നിങ്ങളുടെ ഈ ഒരു വില്ലേജുമായിട്ട് വലിയ ബന്ധമുണ്ടല്ലോ? തീർച്ചയായിട്ടും. ചരിത്രം, ശ്രീനാരായണ ഗുരുദേവൻ നേരിട്ട് വന്ന് ഇരുന്നിട്ടുള്ള ഇടമാണ് ഈ ഗ്രാമം. നമ്മുടെ വീടടക്കമുള്ള പ്രദേശങ്ങൾ. അന്നത്തെ തലമുറയിൽപ്പെട്ട ആളുകളോട് ഒന്നിച്ചിരുന്ന്, അരുവിപ്പുറത്താണ് SNDP യോഗത്തിൻ്റെ ആലോചനയും കാര്യങ്ങളും നടക്കുന്നതെങ്കിലും SNDP യോഗം പിറവിയെടുക്കുന്നത് എൻ്റെ പഞ്ചായത്തിലാണ്. അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട സന്തോഷമെന്ന് പറയുന്നത് അതിൽ 1ഉം 2ഉം ശാഖകൾ എൻ്റെ പഞ്ചായത്തിലാണ്. അത് ശരി. കുട്ടനാട്ടിലാണ് ആദ്യത്തെ 25 ശാഖകളും ഉണ്ടായത്. TK മാധവൻ നേരിട്ട് വന്ന്
തൊഴിലാളികളെ സംഘടിപ്പിക്കാനും സംഘടനാ പ്രവർത്തനം നടത്താനും വന്ന സ്ഥലമാണ്. കമ്മ്യൂണിസ്റ്റുകാരൊന്നും അല്ല ആദ്യമായി തൊഴിലാളികളെ സംഘടിപ്പിച്ചത്. ശ്രീനാരായണ ഗുരുദേവന്റെ ആശീർവാദത്തോടുകൂടി ടി കെ മാധവനാണ്. അങ്ങനെ ഒരുപാട് ചരിത്രമുണ്ട്. അതിനുശേഷം പിതാവും ആ വഴിയിൽ തന്നെയായിരുന്നു. സ്കൂൾ കാലഘട്ടം തൊട്ട് അദ്ദേഹം കോൺഗ്രസിന്റെ സജീവ പ്രവർത്തകനായിരുന്നു. 26 മുതൽ 91 വരെ KPCC മെമ്പറായിരുന്നു. അതുപോലെ തന്നെ തെരഞ്ഞെടുക്കപ്പെട്ട KPCC മെമ്പറായിരുന്നു. എന്നാണ് നാമനിർദ്ദേശം, സമവായം ഒക്കെ വന്നിട്ടുള്ളത് ആയിരുന്നു. ഭാരത് ജോഡോ യാത്ര സ്റ്റാർട്ട് ചെയ്യുന്നതിനും ഒരു 10 ദിവസം മുമ്പാണ് അദ്ദേഹം മരണപ്പെടുന്നത്. ഞാൻ കേട്ടിട്ടുണ്ട്. താങ്കൾ ഭാരത് ജോഡോ യാത്രയിലെ ഏറ്റവും അവസാനത്തെ അംഗമായിട്ടാണ്, സ്ഥിരാംഗമായിട്ടാണ് അതിനകത്ത് കയറിയത്. അത് അച്ഛൻ ഇവിടെ മരിച്ചു കിടക്കുന്ന സമയത്ത് അങ്ങേക്ക് ആ ജാഥയിൽ പങ്കാളിത്തം ഉണ്ടാക്കാനുള്ള ശ്രമങ്ങൾ നടത്താൻ സാധിക്കാതെ പോയി. പക്ഷെ എന്നിട്ടും അവസാന ക്രിയകൾ നടക്കുന്നതിന് തൊട്ട് മുൻപ് തന്നെ അല്ലെ ആ ഒരു പ്രക്രിയയിലേക്ക് പ്രവേശിച്ചു. അതായത് കോൺഗ്രസുമായി ബന്ധപ്പെട്ട് പ്രവർത്തന വഴികളിൽ ഇന്ത്യയിലെ വിവിധ സംസ്ഥാനങ്ങളിൽ AICCയുടെ നിർദ്ദേശപ്രകാരം ചെറുതും വലുതുമായ ജോലികൾ ചെയ്യാൻ അവസരം ഉണ്ടായിട്ടുണ്ട്. തമിഴ്നാട്ടിൽ കോൺഗ്രസ് പാർട്ടിയുടെ തെരഞ്ഞെടുപ്പ് വരണാധികാരിയായിരുന്നു. കർണാടകയിൽ 2019 ലോക്സഭാ ഇലക്ഷനിലെ ഒബ്സർവറായിരുന്നു. മേഘാലയയിൽ 10 വർഷം മുമ്പ് നടന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മുകുൾ സഗ്മ മുഖ്യമന്ത്രിയായിരിക്കുന്ന സമയത്ത് തെരഞ്ഞെടുപ്പിൽ 15 പേരെ കേരളത്തിൽ നിന്ന് നിയോഗിച്ചപ്പോൾ അതിൽ ഒരാളായിരുന്നു. അതുപോലെ തന്നെ പഞ്ചാബിലും ഉത്തരാഖണ്ഡിലും മഹാരാഷ്ട്രയിലും AICCയുടെ പ്രതിനിധിയായി പ്രവർത്തിച്ചിട്ടുണ്ട്. അത് ശരി. ഇപ്പോൾ രാഹുൽ ഗാന്ധി കോൺഗ്രസ് പ്രസിഡന്റായി വന്നതിന് ശേഷമാണ് ഇന്ത്യയിലെ അസംഘടിത തൊഴിലാളി മേഖലയുടെ കർണാടകത്തിന്റെ ചുമതല മൊത്തത്തിൽ ഒരു കമ്മിറ്റി കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നത്. മൊത്തം, അതായത് വിദേശ രാജ്യങ്ങളിലൊക്കെ പര്യടനം നടത്തിയ ആളുകളുമായിട്ടൊക്കെ അദ്ദേഹം ഇടപെട്ടപ്പം അദ്ദേഹത്തിന് മനസ്സിലായ ഒരു കാര്യം, തൊഴിലാളി മേഖലയെക്കുറിച്ച് അദ്ദേഹം ശരിക്കും പഠിച്ചു. ശരിക്കും ഇന്ത്യയിലെ തൊഴിലാളികളിൽ 92% ആളുകളും, അതാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം, അത് അസംഘടിത മേഖലയിലാണ്. അതിന് അങ്ങനെ ഒരു ഓർഗനൈസേഷൻ വേണം, ട്രേഡ് യൂണിയൻ അല്ലാതെ എന്ന് തീരുമാനിച്ച് അദ്ദേഹം അത് കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്തപ്പോൾ ആ കമ്മിറ്റിയിൽ ദേശീയ തലത്തിൽ ചുമതല തരികയുണ്ടായി. ഇപ്പോൾ ദേശീയ തലത്തിൽ ചുമതലയുള്ളതോടൊപ്പം തന്നെ കർണാടകയിൽ അതിൻ്റെ സംഘടനാ ചുമതലയും വഹിക്കുന്നു. AICCയുടെ സംഘടനാ ചുമതല ആ രംഗത്ത് വഹിക്കുകയാണ്. അപ്പം തീർച്ചയായിട്ടും എനിക്ക് തോന്നുന്നു ദേശീയ രാഷ്ട്രീയമാണ് ഏറ്റവും കൂടുതൽ ശ്രദ്ധിച്ചത് എന്നുള്ളത് കൊണ്ട് പലപ്പോഴും ഈ പുനഃസംഘടനകളൊക്കെ വരുമ്പോൾ നമ്മൾ അനിൽ ബോസിന്റെ പേരുകൾ ഈ AICC സെക്രട്ടറി സ്ഥാനത്തൊക്കെയോ അല്ലെങ്കിൽ അത്തരം മേഖലകളിലേക്ക് പലപ്പോഴും ചിന്തിക്കാറുണ്ട്. അതൊക്കെ തട്ടിപ്പോയതാണോ, അതല്ല അതൊക്കെ വേണ്ടെന്ന് വെച്ചതാണോ? അങ്ങനല്ല, നമ്മൾ ആഗ്രഹിക്കുന്നതും വിചാരിക്കുന്നതും എല്ലാം നടക്കത്തില്ല. നമ്മൾ ജോലി ചെയ്തുകൊണ്ടേയിരിക്കുക, പരാതിക്കാരാകേണ്ട കാര്യമില്ല. കാരണം നമ്മൾ ആത്യന്തികമായി കോൺഗ്രസ്സാണ്. ഇപ്പം ഞാൻ 25 വർഷം മുന്നേ ഗ്രാമപഞ്ചായത്ത് മെമ്പറായിരുന്ന ആളാണ്. ഞാൻ സഹകരണ സംഘത്തിൻ്റെ പ്രസിഡൻ്റായിരുന്ന ആളാണ്. നേരത്തെ പറഞ്ഞതുപോലെ SNDPയുടെ വകയായിട്ടുള്ള സിംഗിൾ മാനേജ്മെൻറ്റ് സ്കൂളിൻ്റെ മാനേജരായും പ്രസിഡൻ്റായും ക്ഷേത്രം പ്രസിഡൻ്റായും ഇരുന്നിട്ടുള്ള ആളാണ്. യൂത്ത് മൂവ്മെൻറ്റ് താലൂക്ക് യൂണിയൻ്റെ പ്രസിഡൻ്റായിട്ട് ഇരുന്നിട്ടുള്ളതാണ്. കുട്ടനാട് താലൂക്ക് SNDP യൂത്ത് മൂവ്മെൻറ്റ് യൂണിയൻ്റെ പ്രസിഡൻ്റായിട്ട് ഇരുന്നിട്ടുണ്ട്. അതൊക്കെ ചെറുപ്രായത്തിലാണ്, 19-20 വയസ്സുള്ളപ്പോഴേ ഇരുന്നിട്ടുള്ളതാണ്. പിന്നീട് നമ്മുടെ ഒരു പൊളിറ്റിക്കൽ പശ്ചാത്തലവും വിദ്യാർത്ഥി സംഘടനാ പ്രവർത്തനവും KSU, കോൺഗ്രസ് തലമുറകളായിട്ടുള്ള നേതൃതല ബന്ധം, ഇവരെല്ലാവരും വീട്ടിൽ വരും, കുഞ്ഞുനാൾ തൊട്ട് ഇവരുമൊക്കെ ആയിട്ടുള്ള അടുപ്പം, അങ്ങനെ പൊതുവെ മോശമല്ലാതെ അത്യാവശ്യം പ്രസംഗിക്കാൻ കഴിയുമായിരുന്നു. അപ്പോൾ പാർട്ടി കൂടുതൽ അവസരങ്ങൾ തന്നു. അങ്ങനെ അതിലൊരു എന്താ പറയുക, നമ്മളിതിൻ്റെ ഒരു ഭാഗമായി മാറുകയാണ്. ഈ രാഷ്ട്രീയ പ്രവർത്തനത്തിൻ്റെ ഒരു നാൾവഴികൾ ഒന്ന് ചുരുക്കി പറയാം. രാഷ്ട്രീയ പ്രവർത്തനം ആദ്യം എല്ലാവരും നമ്മുടെ വിദ്യാർത്ഥിയിൽ നിന്ന് തന്നെയാണ്. അല്ല, അതിൽ വ്യത്യാസമുണ്ട്. എല്ലാവരും പൊതുവെ ഇപ്പോൾ കേൾക്കുന്നതും ചർച്ച ചെയ്യപ്പെടുമ്പോഴും ഒക്കെ പറയുന്നത് എല്ലാവരും KSUയിലൂടെ വന്നത്, യൂത്ത് ആളുകൾ തൊഴിലാളി സംഘടനകളിലൂടെ വന്നവരും. ഞാൻ വന്നത് കോൺഗ്രസിന്റെ സന്നദ്ധ വിഭാഗമായ സേവാദൾ പ്രസ്ഥാനത്തിലൂടെ. ഞാൻ ആദ്യമായി എൻട്രി ചെയ്യുന്നത് കോൺഗ്രസിന്റെ സേവാദൾ ബ്ലോക്ക് ക്യാമ്പിൽ ഒരു ക്യാമ്പ് അംഗമായിട്ടാണ്. അതിനുശേഷം അതിൻ്റെ ജില്ലാ ക്യാമ്പ്, സംസ്ഥാന ക്യാമ്പ്, പിന്നെ കേരളത്തിലെ തന്നെ പിന്നെ സംസ്ഥാന ക്യാമ്പ് കഴിഞ്ഞിട്ട് പിന്നീട് വരുന്ന ക്യാമ്പുകളിൽ പരിശീലനം കൊടുക്കുന്ന ആളുകൾക്ക് വേണ്ടി ട്രെയിനർമാരെ തിരഞ്ഞെടുക്കുന്നതിനുള്ള ക്യാമ്പ് സംഘടിപ്പിച്ചു.
ഇതൊക്കെ വർഷങ്ങൾക്ക് മുമ്പുള്ള കാര്യമാണ്. അതും കഴിഞ്ഞ് നാഷണൽ ട്രെയിനിങ് ക്യാമ്പ് നടന്നു ഭോപ്പാലിൽ വെച്ച്. അക്കാലത്ത് അർജുൻ സിംഗ് ഒക്കെ അവിടെ മുഖ്യമന്ത്രിയാണ്. ഏതാണ്ട് 88 കാലഘട്ടത്തിലെ കാര്യമാണ് പറയുന്നത്, കുഞ്ഞായിരിക്കുമ്പോഴുള്ള കാര്യം. അപ്പോൾ അങ്ങനെ ആ നാഷണൽ ക്യാമ്പ് NDC എന്നാണ് അതിന് പറയുന്നത്, അത് കഴിഞ്ഞു. ഈ സമയത്ത് സമാന സമയത്ത് തന്നെ നമ്മൾ KSUവിൻ്റെ ഭാഗമായി. KSUവിൻ്റെ സ്റ്റേറ്റ് കൗൺസിൽ മെമ്പറായി, യൂത്ത് കോൺഗ്രസ് ഡിസ്ട്രിക്ട് വൈസ് പ്രസിഡൻ്റായി, യൂത്ത് കോൺഗ്രസിൻ്റെ നാഷണൽ തിരഞ്ഞെടുപ്പ് ടീമിൽ അംഗമായി പ്രവർത്തിച്ചു. അങ്ങനെ പശ്ചാത്തലമുണ്ട്. യൂത്ത് കോൺഗ്രസ് വന്നു, DC മെമ്പറായി, പ്രാദേശികമായി കോൺഗ്രസിൻ്റെ ബ്ലോക്ക് കമ്മിറ്റിയുടെ ജനറൽ സെക്രട്ടറിയായി, DCC മെമ്പറായി, KPC മെമ്പറായി. 10 വർഷമായിട്ട് ഞാൻ KPC മെമ്പറാണ്. 10 വർഷമായിട്ട് പാർട്ടി വക്താവാണ്. ഈ ദേശീയ രാഷ്ട്രീയത്തിൽ സ്വാഭാവികമായും കേരളത്തിൽ നിന്ന് ദേശീയ നേതാക്കന്മാരെ ഏറ്റവും കൂടുതൽ കണ്ടിട്ടുള്ള ആളുകളിൽ ഒരാൾ തന്നെയാണ് ശ്രീ അനിൽ ബോസ് എന്ന് എനിക്കറിയാം. പലപ്പോഴും രാഹുൽ ഗാന്ധിയെ പുറമേ നിന്ന് കാണുന്നവർക്ക് അവരവരുടേതായ അഭിപ്രായങ്ങളുണ്ട്. അദ്ദേഹം വളരെ സീരിയസ് ആണെന്ന് പറയുന്നവരുണ്ട്. അദ്ദേഹം വിഷയങ്ങളോടൊട്ടും സീരിയസ് അല്ലാത്ത അപ്രോച്ച് സ്വീകരിക്കുന്ന ആളാണെന്ന് പറയുന്നു. അദ്ദേഹം ഭാരത് ജോഡോ യാത്ര പോലുള്ള ഐതിഹാസികമായ യാത്രയ്ക്ക് നേതൃത്വം നൽകുന്നു. മറ്റു ചില സന്ദർഭങ്ങളിൽ അദ്ദേഹം അത്രത്തോളം സീരിയസ് അല്ലാത്ത നിലപാടുകൾ സ്വീകരിക്കുന്നതെന്നൊക്കെ പറയാറുണ്ട്. വാട്ട് ഈസ് ദ സ്പെഷ്യാലിറ്റി എന്ന് നമ്മൾ ആരെങ്കിലും ചോദിച്ചാൽ എന്താണ് രാഹുൽ ഗാന്ധിയെക്കുറിച്ച് ഒറ്റ വാക്കിൽ പറയാനുള്ള അദ്ദേഹത്തിൻ്റെ ഒരു പ്രസക്തി അല്ലെങ്കിൽ സ്പെഷ്യാലിറ്റി എന്ന് പറയുന്നത്? ഞാൻ കണ്ടിട്ടുള്ള രാഷ്ട്രീയ പ്രവർത്തകരിൽ ഫലേച്ഛ കൂടാതെ കർമ്മം ചെയ്യുന്ന, പറയുന്ന വാക്കിലും പ്രവൃത്തിയിലും മറ്റൊരാൾക്ക് കാണാൻ കഴിയാത്ത സ്പിരിച്വൽ പവർ കൂടി, ഒരു ആത്മീയ ശക്തി കൂടി ഉണ്ടെന്ന് വിശ്വസിക്കുന്ന ശരിയുടെ രാഷ്ട്രീയം പറയുന്ന ഒരു നേതാവാണ് ശ്രീ രാഹുൽ ഗാന്ധി. അതെനിക്ക് നല്ല ബോധ്യമുണ്ട്. കാരണം 150 ദിവസം അദ്ദേഹത്തോടൊപ്പം 4080 കിലോമീറ്റർ നടന്നയാളാണ്. 5 മാസക്കാലമാണ്. കേരളത്തിൽ ഒരു പൊതുസമൂഹം സ്ഥിരമായി ചോദിച്ചുകൊണ്ടിരിക്കുന്നതും ഉത്തരം കിട്ടാത്തൊരു സമസ്യയായി ഈ മലയാളക്കരയിൽ പ്രത്യേകിച്ചിട്ട് നിലനിൽക്കുന്നതുമായിട്ടുള്ളൊരു ചോദ്യം എന്ന് പറയുന്നത്, എന്താണ് രാഹുൽ ഗാന്ധിയും ശ്രീ KC വേണുഗോപാലും തമ്മിൽ ഇത്രയേറെ ഒരു ഈ സൂചിപ്പിച്ച ആത്മബന്ധത്തിൻ്റെ കാരണം? എങ്ങനെയാണ് ഈ ബന്ധം ഒരിക്കലും മുറിവ് പറ്റാതെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് എന്നൊരു ചോദ്യമുണ്ട്. എന്താണ് ശ്രീ KC വേണുഗോപാലിൽ കണ്ടിട്ടുള്ള പ്രത്യേകത? എന്താണ് ഇവരെ ഇങ്ങനെ ഇഴപിരിയാത്ത ആത്മബന്ധത്തിൻ്റെ 2 രൂപങ്ങളായി നിലനിർത്തുന്നത്? ഒറ്റ വാക്കിൽ പറഞ്ഞാൽ 100% വിശ്വസ്തത. 100% വിശ്വസ്തത. പാർട്ടി വലിയൊരു പ്രതിസന്ധി ഘട്ടത്തിലൂടെ കടന്നു പോവാണ്. ഈ പ്രതിസന്ധി ഘട്ടത്തിൽ കടന്നു പോകുമ്പോൾ എനിക്ക് പറയുന്നതിന് യാതൊരു മടിയില്ല. കോൺഗ്രസിൻ്റെ വർക്കിംഗ് കമ്മിറ്റി നടക്കുന്ന സന്ദർഭങ്ങളിൽ അതിൻ്റെ അകത്ത് നടന്ന ചർച്ചകൾ, രാജമാണിക്യം സിനിമയിൽ മമ്മൂട്ടി വന്ന് കമ്പനിയുടെ യോഗം വിളിക്കുന്നുണ്ട്. യോഗം വിളിക്കുമ്പോൾ അതിലിരുന്നുകൊണ്ട് നമ്മുടെ അവിടുത്തെ ഒരു സ്റ്റാഫ് മൊബൈൽ ഓൺ ചെയ്ത് വെച്ച് കേൾപ്പിക്കില്ലേ, ഇത് ദിവസക്കൂലിയാണോ മാസക്കൂലിയാണോ എന്ന് ചോദിക്കുന്നു. അങ്ങനെയുള്ള നേതാക്കൾ നമ്മുടെ പാർട്ടിയിലുണ്ടായിരുന്നു. അപ്പോൾ ഒരു വലിയ പൊളിച്ചെഴുത്തിനാണ് രാഹുൽ ഗാന്ധി നേതൃത്വം നൽകുന്നത്. ഇപ്പോൾ പല ആളുകളും അദ്ദേഹത്തെ വിമർശിച്ചേക്കാം. പക്ഷെ അദ്ദേഹം തുടങ്ങി വെച്ചിട്ടുള്ള ദൗത്യം ഞാൻ 100% ആത്മാർത്ഥതയോടുകൂടി പറയുകയാണ്. ഞാൻ 40 വർഷമായി കോൺഗ്രസ്, ഞാൻ ഒരു നേതാവിനും വിടുപടി ചെയ്യുന്ന ആളല്ല. അത് പാർട്ടി ലൈനിൽ നിന്നേ വർത്തമാനം പറഞ്ഞിട്ടുള്ളൂ, നാളെയും അങ്ങനെ പറയുള്ളൂ. അതുകൊണ്ട് ഞാൻ പറയുകയാണ്, രാഹുൽ ഗാന്ധി തുടങ്ങി വെച്ചിട്ടുള്ള ദൗത്യം ഒരു ശുദ്ധീകരണ പ്രക്രിയയാണ്. ആ പ്രക്രിയയിൽ കൂടെ ഉണ്ടാകേണ്ടത് വിശ്വസ്തരാണ്. തീർച്ചയായിട്ടും 24 മണിക്കൂറും കഠിനാധ്വാനം ചെയ്യാൻ കഴിയുന്നവരാണ്, സംഘടനാ പരിചയമുള്ളവരാണ്. അവരാരും ഇന്ത്യൻ പ്രധാനമന്ത്രിയാകണമെന്നല്ല, അല്ലെങ്കിൽ ഇന്ത്യൻ പ്രസിഡന്റാകാൻ യോഗ്യരാണോ എന്നുള്ളതല്ല. കോൺഗ്രസ് പാർട്ടിയെ ചതിക്കാതെ പ്രത്യയശാസ്ത്രത്തെ ചേർത്ത് പിടിച്ച് ഏൽപ്പിക്കുന്ന ജോലി സുതാര്യമായി ഒറ്റുകൊടുക്കാതെ ചെയ്യുന്നവനായിരിക്കണം ഇതിനകത്തുണ്ടാകേണ്ടത്. അതിലൊന്നാമത് തന്നെയാണ് KC വേണുഗോപാൽ. ഒരു സംശയം വേണ്ട. ഇതുകൊണ്ട് ഒരു വരി കൂടിയുണ്ട്. ഈ പ്രസ്ഥാനത്തിൻ്റെ പേരിൽ കഴിഞ്ഞ 50 ആണ്ടുകൾ ആദായമെടുത്ത പലരും ഒറ്റുകാരായി മാറിയപ്പോൾ അവിടെയാണ് പ്രസക്തി. മനസ്സിലായോ? അത്രയും ഒന്നാലോചിച്ച് നോക്കിയേ. ഗുലാം നബി ആസാദിനെ പോലൊരാൾ ഈ പാർട്ടി സൃഷ്ടിച്ചതാണ്. ഗുലാം നബിയെ അദ്ദേഹം പോയി സ്വന്തമായിട്ട് പാർട്ടി ഉണ്ടാക്കി. ആ പാർട്ടി പിരിച്ചുവിട്ട് അനാഥനായി നടക്കുന്നത് നമ്മുടെ രാജ്യം കാണുകയാണ്. കോൺഗ്രസ്സിന് ദൗർബല്യം ഉണ്ടായിട്ടുണ്ടാവും, ക്ഷീണമുണ്ടായിട്ടുണ്ടാവും. പക്ഷേ കോൺഗ്രസ് പാർട്ടിയുടെ നേതൃതലത്തിൽ വിരാജിച്ച ആളുകളുടെ ഒരു പരിധി കഴിഞ്ഞുള്ള ഒരു ജനവിരുദ്ധ സമീപനമുണ്ട്. അതിന് ബലി കൊടുക്കേണ്ടി വന്നത് അവരൊക്കെ തലമുറകൾക്കുള്ള നേടിയിട്ടുണ്ടാവും.
പക്ഷെ ബലി കൊടുക്കേണ്ടി വന്നത് ഈ പ്രസ്ഥാനത്തിൻ്റെ നന്മയുള്ള പേരിനെയാണ്. അപ്പം അത് തിരിച്ചു പിടിക്കണമെങ്കിൽ അധികാരത്തിനപ്പുറമുള്ളൊരു രാഷ്ട്രീയം വേണം. ആ രാഷ്ട്രീയമാണ് രാഹുൽ ഗാന്ധി മുന്നോട്ട് വയ്ക്കുന്നത്. ഞാൻ അദ്ദേഹത്തോട് ചോദിച്ചൊരു കാര്യം കൂടി പറയാം. എൻ്റെ കയ്യിൽ വീഡിയോ അവൈലബിൾ ആണ്. ഞാൻ അദ്ദേഹത്തോട് നേരിട്ട് ചോദിച്ചു, എന്തുകൊണ്ട് കോൺഗ്രസ് പ്രസിഡന്റ് സ്ഥാനം ഉപേക്ഷിച്ചു, എന്തുകൊണ്ട് പ്രധാനമന്ത്രിയാകാൻ അവസരം ഉണ്ടായിരുന്നു സെക്കൻഡ് UPI, വേണ്ട ഒരു കേന്ദ്രമന്ത്രിയാകാനുള്ള അവസരം ഉണ്ടായിരുന്നല്ലോ, ആകാമായിരുന്നല്ലോ. അദ്ദേഹം അത് ആഗ്രഹിച്ചില്ല. ഞാൻ 100% ഇന്ത്യ മഹാരാജ്യത്തെ ജനങ്ങൾ ഒരു ഗാന്ധി പുനർജനിക്കണമെന്ന് ആഗ്രഹിക്കുന്നുണ്ട്. 100%. 10 വർഷത്തിനിപ്പുറം ഇന്ത്യയിൽ നാളെ രാവിലെ രാഹുൽ ഗാന്ധി പ്രധാനമന്ത്രിയാകണമെന്ന് ആഗ്രഹിക്കുന്ന ആളാണ് ഞാൻ. ഒരുപക്ഷെ ഇന്ത്യയിൽ ഏറ്റവും പരമോന്നത പദവിയായി ഇന്ത്യൻ പ്രസിഡന്റായിട്ടിരിക്കണമെന്ന് വേണേൽ ഒരു കോൺഗ്രസ്സുകാരൻ എന്നുള്ളത് ഞാൻ ആഗ്രഹിക്കാം. പക്ഷെ അതിനപ്പുറം ഇതൊന്നും ആകാത്തൊരു ഗാന്ധിജിയെ ഈ 78 വർഷം കഴിഞ്ഞിട്ടും ഈ ലോകത്തുനിന്ന് സംഘപരിവാറുകാരൻ കൊന്നൊടുക്കിയിട്ട് ആണല്ലോ, കൊന്നൊടുക്കിയിട്ട് ഈ 78 വർഷം കഴിഞ്ഞിട്ടും മഹാത്മാഗാന്ധി ഇന്ത്യക്കും ലോകത്തിനും മാതൃകയായി നിൽക്കുന്നുണ്ടെങ്കിൽ ആ സ്ഥാനം പവിത്രമാണ്. ആ ഗാന്ധിജി ആകുമെന്ന് ഞാൻ പറയുന്നില്ല, പക്ഷേ ഇന്ത്യയിൽ ഗുരുസ്ഥാനമുള്ള രാഷ്ട്രീയ നേതാവായി കാലം രാഹുൽ ഗാന്ധിയെ രേഖപ്പെടുത്തും. തീർച്ചയായിട്ടും വളരെ സന്തോഷമുള്ള കാര്യമാണ്. പക്ഷേ അതിനിടയിൽ തന്നെ ഒരു വിമർശനാത്മകമായിട്ടുള്ളൊരു ചോദ്യം ഉന്നയിക്കാതെ നിർവാഹമില്ല. ഞാൻ ശ്രീ MP രാജേഷിനെ പോലുള്ള CPMന്റെ നേതാക്കന്മാർ വർഷങ്ങൾക്ക് മുമ്പ് ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ടിരുന്നു രാഹുൽ ഗാന്ധിയെ അനുകൂലിച്ചുകൊണ്ട്. അതിനകത്ത് അവരൊക്കെ എഴുതിയിരിക്കുന്നത്, അതുകൂടാതെ കേരളത്തിൽ നിന്ന് പോയിട്ടുള്ള പല ആളുകളും പല മേഖലകളിൽ പ്രശസ്തരായിട്ടുള്ള ആളുകളും പറഞ്ഞിരിക്കുന്നത്, രാഹുൽ ഗാന്ധി എന്ന ലീഡറുടെ ഏറ്റവും പ്രധാനപ്പെട്ട ക്വാളിറ്റി എന്ന് പറയുന്നത് ലിസണിങ് കപ്പാസിറ്റിയാണ്. മറ്റുള്ളവരെ കേൾക്കുക എന്ന് പറയുന്നത്, വളരെ ശാന്തനായി ഇരുന്ന് ഒരു വിഷയം കേൾക്കുക എന്നുള്ളതാണ്. അങ്ങനെ ആളുകളെ കേൾക്കാൻ സന്നദ്ധത കാണിക്കുന്ന ഒരു നേതാവ് എന്തുകൊണ്ടാണ് മറ്റു പല നേതാക്കന്മാർക്കും അപ്പോയിൻമെൻ്റ് നൽകുന്നില്ല, അവരെ കേൾക്കാൻ തയ്യാറാവുന്നില്ല എന്ന വിഷയം അന്തരീക്ഷത്തിൽ ബാക്കി നിർത്താൻ ശ്രമിക്കുന്നത്? അല്ല, ഞാൻ ഏറ്റവും കൂടുതൽ ആളുകളെ ലോകത്ത് കേട്ട നേതാവ് ആരെന്ന് ചോദിച്ചാൽ ഒറ്റ പേര് എഴുതാൻ കാണും, രാഹുൽ ഗാന്ധി. ഈ നടന്നു വന്ന വഴികളിൽ ആളുകൾ ചേർത്ത് പിടിക്കുകയും ആ വരുന്ന മുഴുവൻ ആളുകളോടും അദ്ദേഹം ചോദിക്കും, നിങ്ങൾക്ക് എന്താ എന്നോട് പറയാനുള്ളത് എന്ന് ചോദിച്ചു തന്നെയാണ് പോകുന്നത്. അപ്പം അങ്ങനെ കേട്ട ഒരു നേതാവാണ്. കേൾവിയുടെ കാര്യത്തിലൊന്നും അദ്ദേഹം പുറകിലല്ല. പക്ഷെ കേൾക്കേണ്ടവരെ അദ്ദേഹം കേൾക്കുന്നുള്ളൂ. വെറുതെക്കാരനെ, സാധാരണക്കാരനെ, തൊഴിലാളിയെ, വിദ്യാർത്ഥിയെ, സമൂഹത്തിൻ്റെ സമസ്ത മേഖലയിലുള്ള ആളുകളെ അദ്ദേഹം കേൾക്കാൻ തയ്യാറാണ്. പക്ഷെ അദ്ദേഹത്തിന് പൂർണ്ണമായ ബോധ്യമുണ്ട്, ജനങ്ങൾ കോൺഗ്രസ് പാർട്ടിയെ വിശ്വസിച്ച് അതിൻ്റെ നേതാക്കളായി തിരഞ്ഞെടുക്കപ്പെട്ട് പദവികൾ കിട്ടി വിരാജിച്ച ആളുകൾ, അവരൊക്കെ തന്നെ ഇരിക്കുന്ന കമ്പ് മുറിക്കുകയാണ് ചെയ്തുകൊണ്ടിരുന്നെങ്കിൽ, സ്വന്തം സാമ്രാജ്യങ്ങൾ കെട്ടിപ്പടുക്കുകയാണെങ്കിൽ അവർക്ക് വേണ്ടി ചെവി കൊടുക്കേണ്ടത് എന്ത് കാര്യത്തിന്? അദ്ദേഹത്തിനറിയാം. ഒരു സാധാരണ പാർട്ടി പ്രവർത്തകൻ ഒരു കത്തയച്ച് നോക്കിയേ, ഉറപ്പായിട്ട് അദ്ദേഹം കാണും, അദ്ദേഹം കേൾക്കും. അദ്ദേഹം ആരെയെങ്കിലും കാണാതിരിക്കുന്നുണ്ടെങ്കിൽ അതിന് തക്കതായ റീസൺ ഉണ്ട്. അതിൻ്റെ അർത്ഥം പൊതുസമൂഹം അവരെ മറ്റൊരർത്ഥത്തിൽ വീക്ഷിക്കുന്നുണ്ടെങ്കിൽ പോലും രാഹുൽ ഗാന്ധിയുടെ മനസ്സിൽ അവർ തിരസ്കരിക്കപ്പെടേണ്ടവരായിരുന്നു എന്നാണോ? അല്ല, രാഹുൽ ഗാന്ധി കണക്കൂട്ടുന്നത് കോൺഗ്രസ് നേതാക്കളായിരിക്കാം പലരും. അല്ല, പച്ചക്കാ ചോദ്യം ഞാൻ അങ്ങയുടെ മുന്നിൽ ഉന്നയിക്കുക. ഇപ്പൊ ശശി തരൂർ, അദ്ദേഹത്തിന് നമ്മൾ വിശ്വ പൗരന്റെ പദവിയൊക്കെ നൽകി മുന്നോട്ട് കൊണ്ടുപോകുന്ന ഒരാളാണ്. അദ്ദേഹം അത്ര വലിയ വിവാദങ്ങൾക്കൊന്നും നേരത്തെ ഇടം നൽകാതെ ഇരുന്ന ഒരാളാണ്. അദ്ദേഹം കോൺഗ്രസിൻ്റെ ജനാധിപത്യ പ്രക്രിയയെ ശക്തിപ്പെടുത്തുന്നതിൻ്റെ ഭാഗമായിട്ട് AICC പ്രസിഡന്റ് പദവിയിലേക്കൊക്കെ മത്സരിച്ച ഒരാളാണ്. ആ ഒരു ധീരതയെ നമ്മൾ മാറ്റിവെക്കാൻ പാടില്ല. ഇപ്പോൾ അനിൽ ബോസിനോട് ഞാൻ ഇവിടെ ഇരുന്നു കൊണ്ട് പറയട്ടെ, ഇപ്പം ഞാൻ അന്ന് KPCC മെമ്പറായിരുന്നു. അന്ന് വോട്ട് അദ്ദേഹം രേഖപ്പെടുത്താൻ വേണ്ടി പോകുമ്പോൾ എൻ്റെ മകൾ എനിക്കൊരു കാർട്ടൂൺ വരച്ചയച്ചത് ഞാൻ ഇപ്പോഴും ഓർമ്മിക്കുന്നു. അത് ഇപ്പം പറഞ്ഞാൽ എന്താവും, പാർട്ടിയിൽ ഇല്ലാത്ത ഒരാൾ എന്നുള്ള രീതിയിൽ എനിക്കിപ്പോൾ എന്തും പറയാൻ അധികാരമുണ്ട്. അതിൽ ശശി തരൂരിനെ ഒരു വലിയ ഫ്രെയിമിൽ ഒരുപാട് മൊമെൻറ്റോസ്, ട്രോഫീസ്, അവാർഡുകൾ നേടിയിട്ടുള്ള ഒരു ചിത്രത്തിൻ്റെ മുമ്പിൽ ഒരു ട്രോഫിയുമായി നിൽക്കുന്ന ശശി തരൂറും അതൊന്നുമില്ലാതെ നിൽക്കുന്ന വേറൊരു സ്ഥാനാർത്ഥിയുമാണ് കാണിച്ചത്. എന്നിട്ട് അതിൻ്റെ താഴെ എൻ്റെ മകൾ എനിക്കൊരു കുറിപ്പുമിട്ടു, അച്ഛാ ശശി തരൂരിന് വോട്ട് ചെയ്യാതെ ഈ വീട്ടിലേക്ക് വരരുത് എന്ന്. അപ്പം അത്രമേൽ കേരളത്തിൻ്റെ യൗവനം പ്രതീക്ഷ അർപ്പിക്കുന്ന ഒരു ലീഡറെ നമ്മൾ ചെറിയ ചെറിയ അപ്പോയിൻമെൻറ്റ് കൊടുക്കാത്തതിൻ്റെ പേരിൽ, അല്ലെങ്കിൽ തുടർച്ചയായി താക്കീത് നൽകി എന്നൊക്കെ പറഞ്ഞ് അപമാനിക്കുന്നത് യഥാർത്ഥത്തിൽ കോൺഗ്രസിന് തന്നെ വലിയൊരു നഷ്ടം യൗവനത്തിൻ്റെ മുമ്പിൽ സൃഷ്ടിക്കുകയല്ലേ ചെയ്യുന്നത്. അങ്ങനെ ഒരു നരേറ്റീവ് സൃഷ്ടിക്കപ്പെടുന്നതാണ്
കോൺഗ്രസ് പാർട്ടി അങ്ങനെ ഒരു നരേറ്റീവ് സൃഷ്ടിക്കാൻ ഇടം നൽകുന്ന ഒന്നും ചെയ്തിട്ടില്ല. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് എന്ന് പറയുന്ന രാഷ്ട്രീയ പ്രസ്ഥാനം, അതിൻ്റെ മഹത്വം, ഈ പാർട്ടിയിൽ മെമ്പർഷിപ്പ് ഇല്ലാത്ത, ഐക്യരാഷ്ട്രസഭ സെക്രട്ടറി ജനറലായി മത്സരിച്ചിട്ടുണ്ടാവും, അങ്ങനെ ഒരാളെ ഇങ്ങോട്ട് വിളിച്ച് രാജ്യത്തിന് വേണ്ടി ഉപയോഗിക്കുന്നതിന് വേണ്ടിയാണ് ഡോക്ടർ മൻമോഹൻ സിംഗ് പൊളിറ്റിക്കൽ എൻട്രി നടത്താൻ പറഞ്ഞത്. ഞാൻ അതാ പറയുന്നത്. അത് വെറും ഒരു ഹിസ്റ്ററി എന്ന് പറഞ്ഞു പോകാൻ പറ്റില്ല. നിങ്ങളും ഞാനും, നിങ്ങളിപ്പോൾ ഇന്നിപ്പോൾ പാർട്ടിയിൽ ഇല്ലെന്ന് പറഞ്ഞു, എങ്കിലും ഈ പാർട്ടിയിൽ വന്നിട്ട് എത്ര വർഷമായി? എത്ര വർഷമായി? 35 വർഷമായി. ഞാൻ 40 വർഷമായി. ഈ 40 വർഷമായി പ്രവർത്തിക്കുന്ന നമ്മൾക്കാർക്കും ഒരു അസ്വസ്ഥതയില്ല. 16 വർഷത്തിനകത്ത് ഈ പാർട്ടിയിൽ വന്ന ഡോക്ടർ ശശി തരൂർ, അദ്ദേഹം വിസ്മയകരമായി പ്രവർത്തിക്കാൻ കഴിയുന്ന ആളായിരിക്കാം. അദ്ദേഹം സൗന്ദര്യമുണ്ടായിരിക്കാം, അറിവുണ്ടായിരിക്കാം, സമ്പത്തുണ്ടായിരിക്കാം, ലോകപരിചയം ഉണ്ടായിരിക്കും. നമ്മൾ അതിനെ ചലഞ്ച് ചെയ്തിട്ടില്ലല്ലോ. ചലഞ്ച് ചെയ്യാത്തത് കൊണ്ടാണ് കോൺഗ്രസ് പാർട്ടി അദ്ദേഹത്തിന് 4 പ്രാവശ്യം പാർലമെന്റ് സീറ്റ് കൊടുത്തത്. കോൺഗ്രസ് വർക്കിംഗ് കമ്മിറ്റി തീരുമാനമുണ്ടായിരുന്നു കന്നി അംഗത്തിൽ ജയിച്ചു വരുന്ന ആളെ മന്ത്രിയാക്കേണ്ടതെന്ന്. ആ തീരുമാനം വയലേറ്റ് ചെയ്തുകൊണ്ട് മന്ത്രിയാക്കി, വിദേശകാര്യ വകുപ്പ് മന്ത്രിയാക്കി, ഇല്ലേ? അദ്ദേഹത്തിനുണ്ടായ ഡയറക്റ്റ് അലിഗേഷൻ വന്നപ്പോൾ രാജിവെക്കാതെ നിവൃത്തിയില്ലാവെന്ന് അദ്ദേഹം രാജിവെച്ചു. രാജിവെച്ചതിന് ശേഷം അദ്ദേഹത്തിന് ടിക്കറ്റ് കൊടുത്തല്ലോ. അദ്ദേഹം ജയിച്ചു വന്ന് പിന്നീട് മന്ത്രിയായല്ലോ, മാനവശേഷി വികസന വകുപ്പിൽ മന്ത്രിയാക്കിയല്ലോ. ശശി തരൂരിനെ ചേർത്ത് പിടിക്കുകയാണ് കോൺഗ്രസ് ചെയ്തത്. ഇനി അദ്ദേഹത്തെ വ്യക്തിപരമായി അലട്ടുന്ന പൊതുസമൂഹത്തിൽ കോൺഗ്രസ് പാർട്ടിക്ക് വലിയ വില കൊടുക്കേണ്ടി വന്നതാണ് അദ്ദേഹത്തിൻ്റെ ഭാര്യ സുനന്ദ പുഷ്കറിന്റെ മരണം, ഇല്ലേ? BJPയും CPM-ഉം ഇത്രയും നികൃഷ്ടമായി വിശ്വപൗരനെന്ന് കരുതിയില്ലല്ലോ. കരുതിയോ? അവർ വേട്ടയാടി നീചമായി ആക്രമിച്ചപ്പോൾ പരിചയ തീർത്ത് കൂടെ വന്നാരാ? ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ആണ്. ആണോ? അപ്പൊ അത്രയും വൈകാരികമായി പല ആളുകളും അദ്ദേഹത്തിന് സീറ്റ് കൊടുക്കില്ലെന്ന് അന്ന് ചർച്ച ചെയ്തു. സീറ്റ് കൊടുത്തല്ലോ. ഈ കഴിഞ്ഞ 10 വർഷമായി നമ്മുടെ ഈ കൊടുക്കാനൊന്നുമില്ല. കൊടുക്കാനുള്ളത് എന്താ? പാർലമെന്റ് അംഗത്വം കൊടുത്തു. ഇന്ത്യയിൽ പ്രതിപക്ഷത്തിന് കിട്ടുന്നത് 2 പാർലമെന്ററി കാര്യ സമിതികളാണ്. കഴിഞ്ഞ 10 വർഷമായി തുടർച്ചയായി ശശി തരൂർ ഒരു കമ്മിറ്റിയുടെ അങ്ങയുടെ വാദം വളരെ ക്ലിയർ കട്ടാണ്. പക്ഷെ അപ്പോഴും ഞാൻ ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്. ഇത്രയൊക്കെ കോൺഗ്രസ് സമഗ്രമായി വളർത്തി വലുതാക്കിയ അല്ലെങ്കിൽ ചേർത്തു പിടിച്ച ഒരാൾ പാർട്ടി വിരുദ്ധമായ ഒരു നിലപാട് സ്വീകരിക്കുന്നു എന്നിരിക്കുക. അതായത് ഇപ്പോൾ ഉദാഹരണത്തിന് ഇപ്പോൾ വിദേശ സംഘങ്ങളുടെ പ്രതിനിധിയായി അദ്ദേഹം പോകുന്നു. ആ പോകുന്നത് പാർട്ടിയെ അറിയിക്കാതെ BJPയുടെ പാർലമെന്ററി അഫയേഴ്സ് മിനിസ്റ്ററോ മറ്റോ ആണ് ആ വിവരം അറിയിക്കുന്നത്. അദ്ദേഹം പൊടുന്നനവേ അത് സ്വീകരിക്കുന്നു. അതിനുശേഷം അത് പാർട്ടിയോട് ചോദിച്ചില്ലേ എന്ന ചോദ്യം ഉന്നയിക്കുന്നു. പാർട്ടി 4 പേരുടെ ലിസ്റ്റ് കൊടുത്തയക്കുന്നു. ആ ലിസ്റ്റിൽ അദ്ദേഹത്തിൻ്റെ പേര് ഉൾപ്പെടാതെ പോകുന്നു. അതിനുശേഷം അദ്ദേഹം വിദേശ സംഘത്തിൽ അംഗമാകുന്നു. അദ്ദേഹത്തിനോട് പാർട്ടി ഒരു വിശദീകരണം പോലും ചോദിക്കുന്നില്ല. ഈ ഒരു അഴകുഴമ്പൻ സമീപനം അഴകുഴമ്പൻ സമീപനം പാർട്ടിയുടെ ചില ആളുകളോട് കാണിക്കുന്ന ഈ ഒരു അഴകുഴമ്പൻ സമീപനം യഥാർത്ഥത്തിൽ ഒരു കേഡറും സെമി കേഡറും ഒന്നും കോൺഗ്രസിനാവാൻ പറ്റില്ലെങ്കിലും ചില നിർണായക സന്ദർഭങ്ങളിൽ ഇത്തരം തീരുമാനം യഥാർത്ഥത്തിൽ കോൺഗ്രസിനെ ഒരു ശേഷിയില്ലാത്ത സംഘടനയായി മാറ്റുന്നില്ല. അല്ല, കോൺഗ്രസ് ഈ കാര്യത്തിൽ ഒരുപാട് തെറ്റിദ്ധരിക്കപ്പെട്ടിട്ടുണ്ട്. മാത്രമല്ല BJP അതിന് കൃത്യമായ ആസൂത്രണം നടത്തിയിട്ടുണ്ട്. ആ ആസൂത്രണത്തിന് വിജയം കാണാൻ കഴിയുന്ന സാഹചര്യം തരൂർ സൃഷ്ടിച്ചിട്ടുണ്ട്. തരൂർ ഓട്ടോമാറ്റിക്കലി വിദേശ സംഘത്തിൽ അംഗമാകുമല്ലോ. അദ്ദേഹത്തിന്റെ പേരെന്തിനാ പൊളിറ്റിക്കൽ റെപ്രസെന്റേഷൻ പെടുത്തുന്നത്? അദ്ദേഹം ഇന്ത്യയുടെ വിദേശകാര്യ പാർലമെന്ററി കാര്യ സമിതിയുടെ ചെയർമാനാണെന്നേ. അദ്ദേഹം ഇല്ലാതെ എന്ത് സമിതിയാ വിദേശ സംഘത്തിൽ പോകുന്നത്? അദ്ദേഹത്തെ ഒഴിവാക്കിയ ജയറാം രമേശ് ആണല്ലോ അത് അനാവശ്യമായി വലിച്ചു കൊണ്ടുവന്നത്. അങ്ങനല്ല അതിൻ്റെ അകത്തെ കാര്യം. നമ്മൾ ചില സമയങ്ങളിൽ നമ്മൾ എത്ര പ്രഗത്ഭനായാലും പത്രസമ്മേളനങ്ങളിൽ 4 വശത്തു നിന്നും ചോദ്യങ്ങളുണ്ടാവും. ചോദ്യങ്ങളുണ്ടാകുമ്പോൾ സ്വകാര്യ താല്പര്യം വെച്ചുള്ള ചോദ്യങ്ങൾ വരും. ഒരുപാട് ചോദ്യങ്ങൾക്കിടയിൽ ചിലപ്പോൾ ഒരു വാക്കുപിഴ വരാം, അല്ലെങ്കിൽ ചിലപ്പോൾ പറയുന്നതിൻ്റെ പ്രോപ്പർ കമ്മ്യൂണിക്കേഷൻ അവർക്ക് ക്ലിയർ ആകണമെന്നില്ല. കേൾക്കുന്ന ആൾക്കത് മറ്റൊരർത്ഥത്തിലാവാം. ഞാനൊരു കാര്യം ചോദിക്കുന്നു. ഇവർ ചർച്ചകളിലൊക്കെ പങ്കെടുത്തപ്പോൾ ഞാൻ കേട്ടതാണ്, കോൺഗ്രസ് പാർട്ടി പാർലമെന്റ് അംഗം പോലും അല്ലാത്ത ആനന്ദ് ശർമ്മയുടെ പേര് കൊടുത്തു. എന്തുകൊണ്ട് നിങ്ങൾ ഖാർഗെയുടെ പേര് കൊടുത്തില്ല? എന്തുകൊണ്ട് നിങ്ങൾ രാഹുൽ ഗാന്ധിയുടെ പേര് കൊടുത്തില്ല? എന്തുകൊണ്ട് നിങ്ങൾ ശശി തരൂരിൻ്റെ പേര് കൊടുത്തില്ല? എന്താണ് അതിൻ്റെ കാര്യം? ആനന്ദ് ശർമ്മയുടെ പേര് എന്തുകൊണ്ട് കൊടുത്തു കോൺഗ്രസ് പാർട്ടി? അദ്ദേഹം പാർലമെന്റ് അംഗമല്ല, പൊളിറ്റിക്കൽ റെപ്രസെന്റേഷനാണ്. അദ്ദേഹം മുൻ വിദേശകാര്യ ഉപമന്ത്രിയായിരുന്നു. അതുകൊണ്ട് ആ പേര് കൊടുത്തത്. നമ്മൾ പാർട്ടി പ്രതിനിധികളെ കൊടുക്കുമ്പോൾ പാർട്ടിയിൽ അവസരമില്ലാത്തവരുടെ പേരാണ് കൊടുക്കുന്നത്. ശശി തരൂർ വിദേശകാര്യ പാർലമെന്ററി കാര്യ സമിതി ചെയർമാൻ എന്നുള്ളതിൽ അയാൾക്ക് ഓട്ടോമാറ്റിക്കായിട്ട് അവസരമുണ്ട്. അത് അദ്ദേഹത്തിന്റെ പ്രിവിലേജാണ്.
ആ പ്രിവിലേജ് ഇരിക്കെ പിന്നെ സ്വാഭാവികമായും അങ്ങനൊരു ഇൻവിറ്റേഷൻ ഉണ്ടാകുമ്പോൾ അന്നേ ദിവസം തന്നെ അദ്ദേഹം പാർട്ടിയെ അറിയിക്കണമായിരുന്നു. അദ്ദേഹം അറിയിച്ചു എന്നാണ് അദ്ദേഹത്തിൻ്റെ അഭിമുഖങ്ങളിൽ നിന്ന് ഞാൻ മനസ്സിലാക്കുന്നത്. അതെ, അറിയിച്ചിട്ടുണ്ടെങ്കിൽ നല്ല കാര്യം. പാർട്ടി അതിനെ എതിർത്തിട്ടില്ല എന്ന് ഞാൻ മനസ്സിലാക്കുന്നു. ഒരു പടി കൂടി കടന്ന് ഞാൻ പറയട്ടെ, രാഹുൽ ഗാന്ധി അങ്ങോട്ട് വിളിച്ച് അദ്ദേഹത്തെ ഈ കാര്യങ്ങൾ എന്തൊക്കെയാണ്, അതിൻ്റെ അടുത്ത സ്റ്റെപ്പ്, ഗവൺമെൻറ് എന്തൊക്കെയാണ് ചെയ്തത്, താങ്കളോട് ഗവൺമെൻറ് എങ്ങനെയാണ് കമ്മ്യൂണിക്കേറ്റ് ചെയ്തതെന്ന് അടക്കം ചോദിച്ചു എന്ന് ഉത്തരവാദിത്തപൂർവ്വം ഞാൻ പറയുകയാണ്. ഉത്തരവാദിത്തപൂർവ്വം അത്തരം കാര്യങ്ങൾ ഉണ്ടായിട്ടുണ്ട്. മറിച്ച് അതേസമയം പക്ഷെ നോക്കൂ, എന്തൊരു അപകടകരമായിട്ടുള്ള മൗനമാണ് കോൺഗ്രസ് പാലിച്ചത്. രാഹുൽ ഗാന്ധി ഇത്രയും വലിയ ഔന്നിത്യം ഈ ഒരു വിഷയത്തിൽ കാണിച്ചു, ശശി തരൂരുമായി ഈ വിഷയം സംസാരിച്ചു എന്ന് പറയാൻ ശശി തരൂർ മടി കാണിക്കുന്ന ഒരു ഘട്ടത്തിൽ കോൺഗ്രസിന്റെ ഒരു ഔദ്യോഗിക വക്താവ് ആ വാർത്ത പുറത്തുവിട്ടിരുന്നുവെങ്കിൽ ഇന്ന് ഈ പറയുന്ന രാഹുൽ ഗാന്ധി അല്ലെങ്കിൽ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ഒരു പടി മുകളിലെത്തുകയും സ്വാഭാവികമായിട്ടും ശശി തരൂർ താഴ്ന്നു പോവുകയും ചെയ്യും. ഞാനിത് ശ്രീ അനിൽ ബോസിൽ നിന്ന് ആദ്യമായിട്ടാണ് കേൾക്കുന്നത്. ഞാനിത് വെറുതെ പറയുന്നതല്ല. ഇത് ചില നാഷണൽ മീഡിയ, BJP-യുടേതല്ലാത്ത നാഷണൽ മീഡിയ, അവരുടെ കൺട്രോളിലല്ലാത്ത മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. രാഹുൽ ഗാന്ധി ശശി തരൂരിനെ വിളിച്ചിരുന്നു എന്ന് വളരെ കൃത്യമായി, വിളിച്ച് വിവരങ്ങൾ ആരാഞ്ഞിരുന്നു എന്ന് കൃത്യമായി റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ആ റിപ്പോർട്ടിനെ മുൻനിർത്തിയാണ് ഞാൻ സംസാരിക്കുന്നത്. ആ റിപ്പോർട്ടിനെ കൂടി വിശ്വാസത്തിലെടുത്തുകൊണ്ടാണ് ഞാൻ. അഭിമുഖത്തിൽ ശശി തരൂർ പാർട്ടിയെ അറിയിച്ചിട്ടുണ്ടെന്ന് പറയുന്നു. അതെ, രാഹുൽ ഗാന്ധി അദ്ദേഹത്തെ വിളിച്ച് സംസാരിച്ചു, വിവരങ്ങൾ ആരാഞ്ഞു എന്ന റിപ്പോർട്ട് എന്ന കാര്യം അദ്ദേഹം പറഞ്ഞു. അല്ലല്ല, അതിനുശേഷം ഉള്ള ദിവസങ്ങളിൽ അത് നാഷണൽ മീഡിയ വാർത്ത റിപ്പോർട്ട് ചെയ്യപ്പെടുന്നു. ഞാൻ വേണമെങ്കിൽ അയച്ചു തരാം. അപ്പം സ്വാഭാവികമായും അത്തരം കാര്യങ്ങൾ നടക്കുമ്പോൾ അതല്ല ഇവിടെ ചർച്ച ചെയ്യുന്നത്. കോൺഗ്രസ് പാർട്ടിയുടെ പ്രതിനിധി സംഘത്തിൽ ശശി തരൂരിന്റെ പേരില്ല, MP അല്ലാത്ത ആനന്ദ് ശർമ്മയുടെ പേര്. എന്ത് വലിയ വ്യാഖ്യാനമാണ്. അവർ മുൻ വിദേശകാര്യ വകുപ്പ് മന്ത്രിയായിരുന്ന സൽമാൻ ഖുർഷിദിനെ വിളിച്ചില്ലേ? സൽമാൻ ഖുർഷിദിനെ വിളിച്ചു. അദ്ദേഹം എന്താ പറഞ്ഞത്? പാർട്ടി എഴുതി തന്നിട്ടുണ്ട്, പാർട്ടി പ്രതിനിധികളുടെ ലിസ്റ്റ്, അതല്ലാത്തതുകൊണ്ട് എനിക്ക് വരാൻ കഴിയില്ല എന്നാണ്. അതാണ് ഔചിത്യം. ശശി തരൂരിന് അങ്ങനെ ഒരു ഡിസ്പ്യൂട്ടിന്റെ കാര്യമില്ല. ശശി തരൂർ ചെയ്യേണ്ടത് ശശി തരൂർ ചെയ്തു എന്നാണ് അദ്ദേഹം പറയുന്നത്. മനസ്സിലായല്ലോ? മാധ്യമ വാർത്തകളിൽ വരുന്നതെല്ലാം നമ്മുടെ പാർട്ടി താല്പര്യം അല്ലല്ലോ, ആണോ? അല്ല. അപ്പം അത് പൊളിറ്റിക്കൽ അജണ്ട സെറ്റ് ചെയ്യുന്ന പവർഫുൾ ആയിട്ടുള്ളൊരു കോർപ്പറേറ്റ് സംവിധാനം BJP-ക്കുണ്ട്. അവരിതിൻ്റെ അകത്ത് മാക്സിമം കമ്മ്യൂണിക്കേഷൻ എറർ ഉണ്ടാക്കാനും തെറ്റിദ്ധാരണ ഉണ്ടാക്കാനും നമ്മുടെ സംഘടന ദൗർബലം ആണെന്നും തമ്മിൽ തർക്കമാണെന്നും വരുത്തീർക്കാൻ ശ്രമിക്കും. ഓക്കെ, ഏതായാലും ദേശീയ രാഷ്ട്രീയം അവിടെ നിൽക്കട്ടെ. പക്ഷെ ദേശീയ രാഷ്ട്രീയത്തെയും കേരള രാഷ്ട്രീയത്തെയും ബന്ധിപ്പിക്കുന്ന ഏറ്റവും വലിയ കണ്ണി ശ്രീ KC വേണുഗോപാലാണ്. അടുത്ത കാലത്ത് ഞാനിങ്ങനെ എൻ്റെ സഹപ്രവർത്തകരോട് പറയാറുണ്ട്, കുറേ നാളുകളായി വളരെ സേഫായിട്ട് കേരള രാഷ്ട്രീയത്തിൽ അതിൻ്റേതായിട്ടുള്ള ഔന്നിത്യം സൂക്ഷിച്ച് മുന്നോട്ട് പോകുന്ന നേതാവാണ് ശ്രീ KC. പക്ഷെ പൊടുന്നനവേ ഒരു പുനഃസംഘടന വന്നപ്പോൾ, അല്ലെങ്കിൽ അതിൻ്റെ ആദ്യത്തെ സ്റ്റെപ്പ് ശ്രീ സണ്ണി ജോസഫിനെ സംസ്ഥാന പ്രസിഡന്റ് ആക്കിയതോടുകൂടി KC വേണുഗോപാൽ എന്ന നേതാവിനെതിരെയുള്ള അക്രമം കേരളത്തിൽ ഒരു വിഭാഗത്തിൽ നിന്ന്, അത്രമാത്രമേ ഇപ്പോൾ പറയാൻ പറ്റുള്ളൂ, ഒരു വിഭാഗം ചെറുമാധ്യമങ്ങളിൽ നിന്നും ചില സാറ്റലൈറ്റ് ചാനലുകളിൽ നിന്നും ഉണ്ടാവുകയും അതിൻ്റെ മേൽവിലാസം പേറി ചില ആളുകൾ നടക്കുക. ശരിക്കും കോൺഗ്രസിനകത്ത് തന്നെ ആസൂത്രിതമായി നടത്തപ്പെടുന്ന ഒരു കാര്യമാണോ ഇത്? ഇങ്ങനെ കല്ലെറിയപ്പെടേണ്ട ഒരാളാണോ യഥാർത്ഥത്തിൽ KC വേണുഗോപാൽ കേരള രാഷ്ട്രീയത്തിൽ നിന്ന്? അല്ല, KC വേണുഗോപാലിനെ ഇന്നല്ല കല്ലെറിയുന്നത്. അദ്ദേഹം ഈ സ്ഥാനത്ത് വന്നപ്പോൾ കല്ലെറിഞ്ഞിട്ടുണ്ട്. കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞപ്പോൾ എന്തായിരുന്നു സ്ഥിതി? കല്ലെറിഞ്ഞു. കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ 92 സ്ഥാനാർത്ഥികളെ അദ്ദേഹമാണ് തീരുമാനിച്ചതെന്നും പറഞ്ഞാണ്. അദ്ദേഹമാണോ തീരുമാനിച്ചത്? ആരോപണം ഉന്നയിക്കുന്ന ആർക്കെങ്കിലും പറയാൻ കഴിയുമോ അദ്ദേഹം മുഴുവൻ സ്ഥാനാർത്ഥിയെ തീരുമാനിച്ചെന്നല്ലല്ലോ. അന്നും അദ്ദേഹത്തെ വളഞ്ഞിട്ട് ആക്രമിച്ചു. ഇത് നമ്മൾ വളരെ ക്ലിയർ ആയിട്ട് കാണണം. നമ്മുടെ നാട്ടിൽ നിന്ന് ഒരാൾ വളർന്നു വന്ന് ഇത്രയും വലിയ പദവിയിലിരിക്കുന്നു, ഒരു സുപ്രഭാതത്തിൽ വന്നതല്ല. ഒരു കാര്യം പറയാം. ഇപ്പോൾ K. സുധാകരനെ മാറ്റിയതുമായി ബന്ധപ്പെട്ട് വിവാദം വന്നു. K. സുധാകരനെ ആക്കുമ്പോൾ സംഘടനാ ചുമതലയുള്ള ജനറൽ സെക്രട്ടറി KC വേണുഗോപാലല്ലേ? 4 വർഷം മുമ്പ്. എന്നാൽ പിന്നെ അദ്ദേഹത്തിന് പൂത്താലം കൊടുക്കണ്ടേ? അതെ. ഇപ്പം മാറുമ്പോൾ അദ്ദേഹത്തെ ആക്രമിച്ചാൽ മതിയോ? ഇനി രണ്ടാമത്തെ ഒരു കാര്യം, KC വേണുഗോപാൽ KSU സംസ്ഥാന പ്രസിഡന്റായി ബാലറ്റിലൂടെ തിരഞ്ഞെടുക്കപ്പെട്ട അവസാനത്തെ KSU പ്രസിഡന്റ്. ബാക്കി എല്ലാം സമവായമാണ്. ആ 89-ൽ KSU സംസ്ഥാന പ്രസിഡന്റായിട്ട് KC വേണുഗോപാൽ തിരഞ്ഞെടുക്കപ്പെടുമ്പോൾ K. സുധാകരൻ ഈ പാർട്ടിയിൽ ഒരു പോസ്റ്റുമില്ലായിരുന്നു.
അദ്ദേഹം 91-ലാണ് DC പ്രസിഡന്റായി തിരഞ്ഞെടുക്കപ്പെട്ടത്. ആ DCC പ്രസിഡന്റായി തിരഞ്ഞെടുക്കപ്പെടുമ്പോൾ ഐ ഗ്രൂപ്പിൻ്റെ ഭാഗമായി കേരളത്തിൽ KSU സംസ്ഥാന പ്രസിഡന്റായി തിരഞ്ഞെടുക്കപ്പെട്ട KC വേണുഗോപാൽ കണ്ണൂർ ജില്ലയിലെ പാർട്ടി പ്രവർത്തകരുടെ വികാരം മാനിച്ചുകൊണ്ട് എടക്കാട് തിരഞ്ഞെടുപ്പിൽ മത്സരിച്ച് ജയിച്ച സുധാകരനെ കോടതിയുടെ സഹായത്തോടു കൂടിയാണ് MLA ആയി പ്രവർത്തിക്കാൻ കഴിഞ്ഞത്. ആണല്ലോ. അപ്പോൾ ഒരു ഫൈറ്റിംഗ് മോഡിലാണ് അദ്ദേഹം. അത്രയും പോരാട്ട വീര്യത്തിൽ CPM-നെതിരെ ഫൈറ്റ് ചെയ്യുന്ന ഒരു വ്യക്തി എന്നുള്ളതല്ല, അദ്ദേഹത്തെ ഫ്രണ്ടിൽ നിർത്തണമെന്ന് ജില്ലയിലെ പാർട്ടി നേതൃത്വം ആഗ്രഹിച്ചപ്പോൾ ഗ്രൂപ്പ് താല്പര്യം വിട്ട അന്ന് താനും തന്നോടൊപ്പം നിൽക്കുന്നവരും സുധാകരൻ വോട്ട് ചെയ്തു. ഇത് ഞാൻ പറയുന്നതല്ല. ഇന്ന് കഴിഞ്ഞ ദിവസം സുധാകരൻ ശരിവെച്ചു. അതിനു മുമ്പ് സണ്ണി ജോസഫ് പറഞ്ഞു. ഞാൻ വേറെ ഇന്റർവ്യൂവിലും ഇത് പറഞ്ഞു. KC വേണുഗോപാലിന് പറയാൻ പറ്റുമോ വന്നിരുന്നു? KC വേണുഗോപാൽ അങ്ങനെ പറയില്ല. KC വേണുഗോപാലിനെ വളഞ്ഞിട്ട് ആക്രമിക്കുമ്പോഴും KC വേണുഗോപാൽ ഇന്നീ നിമിഷം വരെ അതിൻ്റെ പിന്നിൽ ആരാണെന്ന് അദ്ദേഹത്തിന് അറിയാം. ബോധപൂർവം ചെയ്യുന്ന ആരാണെന്ന് അറിയാം. അദ്ദേഹത്തിന് മാത്രമല്ല, ഈ പാർട്ടി നിൽക്കുന്ന എല്ലാവർക്കും അറിയാം. അതിൽ സംഘപരിവാറുകാരൊക്കെ ഉണ്ട്, മാർക്സിസ്റ്റുകാരൊക്കെ ഉണ്ട്, കോൺഗ്രസ്സിൽ ആരൊക്കെ ഉണ്ട്, വളരെ കൃത്യമായിട്ട് അദ്ദേഹത്തിന് അറിയാം. പക്ഷെ അദ്ദേഹം ഒരു രാഷ്ട്രീയ നേതാവ് എന്നുള്ള നിലയിൽ അദ്ദേഹത്തെ ഏൽപ്പിച്ച ദൗത്യമായി മുന്നോട്ട് പോവുകയാണ്. ആ ദൗത്യം വിജയകരമായിട്ട് മുന്നോട്ട് പോകുന്നെന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. 2025 പുനഃസംഘടനാ വർഷമാണ്. അതിൻ്റെ അകത്ത് അദ്ദേഹം ചെയ്യാൻ കഴിയുന്ന മുഴുവൻ ജോലിയും ചെയ്യുന്നുണ്ട്. ശ്രീ സുധാകരൻ എല്ലാ കാലത്തും അവർ തമ്മിൽ നല്ല ബന്ധമാണ്. നല്ല ബന്ധം എന്ന് പറഞ്ഞാൽ നല്ല ബന്ധമാണ്. പിന്നെ ഇതിൻ്റെ അകത്ത് കൂടെ നിൽക്കുന്ന ആളുകൾ അവർ മാനിപ്പുലേറ്റ് ചെയ്യും. ഏത് നേതാവിനെയും വഴിതെറ്റിക്കാൻ കൂടെ നിൽക്കുന്ന ആളുകൾക്ക് കഴിയും. അതെ, തീർച്ചയായിട്ടും. അപ്പൊ അതിന്റെ പരിണത ഫലമാണ് ഇപ്പോൾ വരുന്ന വാർത്തകൾ. അതിനപ്പുറം ഞാനൊരു കാര്യം ചോദിക്കുന്നത്, സുധാകരനായിട്ട് ബന്ധപ്പെട്ട് ശ്രീ സുധാകരൻ വാർത്താ സമ്മേളനം നടത്തുന്ന സന്ദർഭങ്ങളിലെല്ലാം അദ്ദേഹത്തിന് ഒരു ഓർമ്മയില്ലാത്ത പ്രസിഡന്റാണ് എന്ന രീതിയിൽ പ്രോംപ്റ്റ് ചെയ്യുന്ന പല സഹായികളെയും ഞാൻ കണ്ടിട്ടുണ്ട്. നമ്മൾ ഈ സിനിമയിൽ ഇപ്പോൾ മമ്മൂട്ടി ഡയലോഗ് പറയുമ്പോൾ ബാക്കിൽ നിന്ന് ചന്തുവിനെ തോൽപ്പിക്കാൻ അങ്ങനെ പറയല്ല. അതുപോലെ സുധാകരനോട് സ്ഥിരമായി പ്രോംപ്റ്റ് ചെയ്യുന്ന ചില ഭാരവാഹികളെ ഞാൻ കണ്ടിട്ടുണ്ട്. പക്ഷേ അദ്ദേഹം ഇപ്പോൾ കണ്ണൂരിലെ വീട്ടിൽ ഒറ്റയ്ക്കിരിക്കുമ്പോൾ അദ്ദേഹം ഒറ്റയ്ക്ക് അഭിമുഖം കൊടുക്കുകയാണ്. ഒരു തെറ്റ് പോലും അദ്ദേഹത്തിൻ്റെ വാക്കുകളിൽ സംഭവിക്കുന്നില്ല. യഥാർത്ഥത്തിൽ സുധാകരനെ മറവി രോഗത്തിൻ്റെ പിടിയിലേക്ക് കൊണ്ടുപോയത് ഈ പ്രോംപ്റ്റേഴ്സ് ആണോ? ഞാൻ അതിൽ കമന്റ് ചെയ്യുന്നില്ല. ഞാൻ അത്തരം കാര്യങ്ങളിലേക്ക് ഇപ്പോൾ പോകുന്നത് ശരിയല്ലാത്തതുകൊണ്ട് പോകുന്നില്ല. അത് ശരിയല്ല. ഒരു കാര്യം ഞാൻ പറയാം, സുധാകരൻ ഉയർത്തുന്ന രാഷ്ട്രീയം CPM വിരുദ്ധ രാഷ്ട്രീയമാണ്. അതിനൊരുപാട് സ്വീകാര്യത കേരള രാഷ്ട്രീയത്തിലുണ്ട്. ആ കാര്യങ്ങളിൽ അദ്ദേഹത്തിന് ഒരു മറവിയുമില്ല. അല്ലാതെ ആര് വ്യാഖ്യാനിച്ചാലും അതിനോട് ഞാൻ യോജിക്കില്ല.